ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യൂട്യൂബ് നമുക്കറിയാം, ലോകത്ത് ഏത് കോണിൽ നടക്കുന്ന കാര്യമാണെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ കാണാനും അറിയാനും കേൾക്കാനുമായിട്ട് സാധിക്കുന്നു അല്ലേ. സോ ഈ യൂട്യൂബിനെ കുറിച്ച് ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്, അതുപോലെ ഇതിൻ്റെ ഹിസ്റ്ററി എന്താണ്, യൂട്യൂബ് എങ്ങനെയാണ് ക്രിയേറ്റ് ആക്കപ്പെട്ടത്, ഇതിന് പിന്നിലെ കഥ എന്താണ്, ഇത് ആരൊക്കെയാണ് നമ്മളിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഗൂഗിൾ ഉടമസ്ഥതയിലുള്ള ഇൻ്റർനെറ്റ് വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റാണ് യൂട്യൂബ്. ഈ സംവിധാനത്തിലൂടെ ലോകത്തെവിടെ നിന്നും ഉപഭോക്താക്കൾക്ക് വീഡിയോ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ കഴിയുന്നു. 2005 ഫെബ്രുവരിയിൽ പേപാൽ എന്ന ഈ വ്യാപാര കമ്പനിയിലെ ജോലി ചെയ്തിരുന്ന സ്റ്റീവ് ചെയിൻ, ചാഡ് ഹോർലി, ജാവേദ് കരീം എന്നിവരാണ് യൂട്യൂബ് സ്ഥാപിച്ചത്. കാലിഫോർണിയയിലെ സാൻ ബ്രൂണോ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച ഈ വെബ് സേവന കമ്പനി അഡോബ് ഫ്ലാഷ് സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. വീഡിയോ ഖണ്ഡങ്ങൾ, സംഗീതം, ടെലിവിഷൻ പരിപാടികൾ തുടങ്ങിയവയെല്ലാം ഈ വെബ്സൈറ്റ് വഴി പങ്കുവെക്കപ്പെടുന്നുണ്ട്. യൂട്യൂബിൽ അംഗമായാൽ ആർക്കും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ അത് ശരിയായ വീഡിയോകളായിരിക്കണം, അതായത് അശ്ലീല വീഡിയോകൾ അനുവദിക്കുന്നതായിരിക്കില്ല. പുതിയ ഉപഭോക്താക്കൾക്ക് 10 മിനിറ്റിൽ കൂടുതൽ വീഡിയോ കയറ്റാൻ അനുമതി നൽകുന്നില്ല, അല്ലെങ്കിൽ വീഡിയോ ആഡ് ആക്കാനുള്ള അനുമതി നൽകുന്നില്ല. ആ സമയത്ത് വെരിഫിക്കേഷന് വേണ്ടിയുള്ള ഐഡിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ചോദിക്കുന്നുണ്ട്. ആ ഐഡിയും കാര്യങ്ങളും കൊടുത്തതിന് ശേഷമായിരിക്കും നമുക്ക് അതിനുള്ള പെർമിഷനും കാര്യങ്ങളും യൂട്യൂബ് നൽകുക. ഓർക്കുഡ് പോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും യൂട്യൂബിന് അനുമതി നൽകിയിട്ടില്ല. ഉപഭോക്താക്കൾക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെ വീഡിയോകൾ കാണാനും മറ്റ് വെബ്സൈറ്റുകൾ കൂട്ടിച്ചേർക്കാനായി യൂട്യൂബ് നിരവധി മാർഗങ്ങൾ നൽകുന്നു. ലഭ്യമായ ഉള്ളടക്കത്തിൽ സംഗീത വീഡിയോകൾ, വീഡിയോ ക്ലിപ്പുകൾ, ഫസ്റ്റ് ഡോക്യുമെൻ്ററി ഫിലിമുകൾ, ഓഡിയോ റെക്കോർഡിങ്ങുകൾ, മൂവി ട്രെയിലറുകൾ, തത്സമയ സ്ട്രീമുകൾ, വീഡിയോ ബ്ലോഗുകൾ എന്നിവ ഉൾപ്പെടുന്നു. മിക്ക ഉള്ളടക്കവും അല്ലെങ്കിൽ മിക്ക കണ്ടന്റുകളും സൃഷ്ടിക്കുന്നത് വ്യക്തികളാണ്. പക്ഷേ മീഡിയ കോർപ്പറേഷനുകളും വീഡിയോകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കാണുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനും പുറമെ രജിസ്റ്റർ ചെയ്ത ഉപയോക്താക്കൾക്ക് വീഡിയോകളിൽ അഭിപ്രായമിടാനും അത് കമൻറ്റ് ചെയ്യാനും റേറ്റ് ചെയ്യാനും പ്ലേലിസ്റ്റുകൾ സൃഷ്ടിക്കാനും മറ്റും സബ്സ്ക്രൈബ് ചെയ്യാനും കഴിയും. 2005 സ്ഥാപിതമായ യൂട്യൂബ് തൊട്ടടുത്ത വർഷം, അതായത് 2006 ഗൂഗിൾ $1.65 ബില്യൺ സ്വന്തമാക്കി. 2020 $19.8 ബില്യൺ സമ്പാദിച്ച യൂട്യൂബ് ഗൂഗിളിന്റെ ഏറ്റവും ലാഭകരമായ അനുബന്ധ സ്ഥാപനങ്ങൾ ഒന്നായി മാറി. ഗൂഗിൾ ആഡ്സെൻസ്. ഗൂഗിളിന്റെ ആഡ്സെൻസ് പ്രോഗ്രാമിൽ നിന്നും യൂട്യൂബ് തിരഞ്ഞെടുത്ത സൃഷ്ടാക്കളും പരസ്യ വരുമാനം നേടുന്നു. ഇതിൽ ഭൂരിഭാഗം വീഡിയോകളും കാണാൻ സൗജന്യമാണ്, പക്ഷെ ചിലതിന് സംഗീതമോ പ്രീമിയം സബ്സ്ക്രിപ്ഷനോ ആവശ്യമുണ്ട്. ഇനി മറ്റു ചില കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് 54 ഭാഷകൾ അവൈലബിൾ ആണ്. ഗൂഗിളിൻ്റെ ഒരു സബ്സിഡറി ഫാക്ടർ അല്ലെങ്കിൽ സബ്സിഡറി പേജാണ് അല്ലെങ്കിൽ വെബ്സൈറ്റാണ് യൂട്യൂബ്. ഇപ്പോൾ ഫെബ്രുവരി 14, 2005 സ്ഥാപിതമായത്. യൂട്യൂബിൻ്റെ ജനപ്രീതിയും വീഡിയോ കണ്ടന്റുകളുടെ സമൃദ്ധിയും കണക്കിലെടുക്കുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ലോകമെമ്പാടും കാര്യമായ സാമൂഹിക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. യൂട്യൂബിൻ്റെ ബിസിനസ്, ധാർമ്മിക, രാഷ്ട്രീയ വശങ്ങൾ സംബന്ധിച്ച് നിരവധി വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്നുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീവ് ചെയിൻ, ചാഡ് ഹോർലി, ജാവേദ് കരീം എന്നിവരാണ് പ്രധാനമായും യൂട്യൂബ് സ്ഥാപിച്ചത്. മൂവരും പേപാൽ, നമുക്കറിയാം പേപാൽ എന്ന് പറയുമ്പോൾ മണി ട്രാൻസ്ഫറിങ് ഒരു സൈറ്റാണ്. അപ്പോൾ ആ ഒരു പേപാലിൻ്റെ ആദ്യകാല ജോലിക്കാരായിരുന്നു ഇവർ. കമ്പനി eBay വാങ്ങിയതിനു ശേഷം അവർ സമ്പന്നരായി. ഹാർലി ഇൻഡിയാന യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ ഡിസൈൻ പഠിച്ചു. ചെയിനും കരീമും ഉർബാന ചാവീനിലെ ഇലോണിയോസ് സർവകലാശാലയിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു. കമ്പനിയുടെ സ്ഥാപനത്തെക്കുറിച്ച് ഒന്നിലധികം കഥകൾ പ്രചാരത്തിലുണ്ട്. സാൻ ഫ്രാൻസിസ്കോയിലെ ചെയിനിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡിന്നർ പാർട്ടിയിൽ ചിത്രീകരിച്ച വീഡിയോകൾ പങ്കിടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2005 ആദ്യ മാസങ്ങളിൽ ഹാർലിയും ചെയിനും യൂട്യൂബിനായി ഈ ആശയം വികസിപ്പിച്ചെടുത്തു. കരീം പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അങ്ങനെ സംഭവിച്ച കഥ കരീം നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു അത്താഴ വിരുന്നിന് ശേഷമാണ് യൂട്യൂബ് സ്ഥാപിതമായതെന്ന ആശയം, അതായത് മികച്ച രീതിയിൽ മനസ്സിലാക്കാവുന്ന ഒരു സ്റ്റോറി സൃഷ്ടിക്കുന്നതിനെ കുറിച്ചുള്ള വിപണന ആശയങ്ങൾ വളരെയധികം ശക്തിപ്പെടുത്തിയിരിക്കും എന്ന് ചെയിൻ അഭിപ്രായപ്പെട്ടു.
ചേനും കരയും ഒന്നാം തരം പ്രോഗ്രാമറാണ്. ഹാർലി മികച്ചൊരു വെബ് ഡിസൈനറുമായിരുന്നു. ഏതാണ്ട് ഇതേ സമയത്ത് ഹാർലി പേപാൽ വിടുകയും മെയിൻലോ പാർക്കിലെ തന്റെ ഗാരേജിൽ സ്വന്തമായി വെബ് ഡിസൈനിങ് പ്രവർത്തനം തുടരുകയും ചെയ്തു. ചേനും കരീമും തങ്ങളുടെ ഒഴിവു സമയങ്ങൾ ഹാർലിയോടൊപ്പം വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റ് രൂപപ്പെടുത്തുന്നതിൽ പങ്കാളികളായി. 2005 മെയ് മാസത്തിൽ ഈ സുഹൃത്തുക്കളുടെ ശ്രമം വിജയിക്കുകയും വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റ് പൂർണ്ണമായി പ്രവർത്തന സജ്ജമാവുകയും ചെയ്തു. കരീമിന്റെ വാക്കുകൾ പ്രകാരം 2004 അമേരിക്കൻ ഗായികയായ ജാനറ്റ് ജാക്സന്റെ വിവാദമായ സൂപ്പർ ബൗൾ ഹാഫ് ടൈം പ്രകടനവും അതുപോലെ 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ സുനാമിയുമാണ് യൂട്യൂബ് തുടങ്ങാൻ പ്രേരണയായത്. ഇവയുടെ ദൃശ്യങ്ങൾ അന്ന് ഓൺലൈനിൽ അത്ര ലഭ്യമായിരുന്നില്ല. യൂട്യൂബിനായുള്ള യഥാർത്ഥ ആശയം ഒരു ഓൺലൈൻ ഡേറ്റിംഗ് സേവനത്തിന്റെ വീഡിയോ പതിപ്പാണെന്നും ഇത് ഹോട്ട് അല്ലെങ്കിൽ നോട്ട് എന്ന വെബ്സൈറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഹാർലിയും ചേനും പറയുന്നു. ആകർഷ വ്യക്തിത്വമുള്ള സ്ത്രീകളുടെ $100 പാരിതോഷികത്തിന് പകരമായി സ്വയം വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ട അവർ ക്രേഗ്ലിസ്റ്റിൽ പോസ്റ്റുകൾ സൃഷ്ടിച്ച് മതിയായ ഡേറ്റിംഗ് വീഡിയോകൾ കണ്ടെത്തുന്നതിലെ ബുദ്ധിമുട്ട് പ്ലാനുകളുടെ മഴത്തിലേക്ക് നയിച്ചു. ഏത് തരത്തിലുള്ള വീഡിയോയുടെയും അപ്ലോഡുകൾ സ്വീകരിക്കാൻ സൈറ്റിൻ്റെ സ്ഥാപകൻ തീരുമാനിച്ചു. ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ടെക്നോളജി സ്റ്റാർട്ടപ്പായി യൂട്യൂബ് ആരംഭിച്ചു. 2005 നവംബറിനും 2006 ഏപ്രിലിനും ഇടയിൽ കമ്പനി വിവിധ നിക്ഷേപകരിൽ നിന്നും $11.5 മില്യൺ, ആർട്ടിസ്റ്റ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ നിന്നും $8 മില്യൺ പണം സ്വരൂപിച്ചു. യൂട്യൂബിന്റെ ആദ്യകാല ആസ്ഥാനം കാലിഫോർണിയയിലെ സാൻ മാറ്റിയോയിലെ ഒരു പിസേരിക്കും ജാപ്പനീസ് റെസ്റ്റോറന്റിനും മുകളിലായിരുന്നു. 2005 ഫെബ്രുവരിയിൽ കമ്പനി www.youtube.com സജീവമാക്കി. ആദ്യ വീഡിയോ 2005 ഏപ്രിൽ 23 അപ്ലോഡ് ചെയ്തു. മീ അറ്റ് ദ സൂ എന്ന പേരിട്ടു. ഇത് സാൻഡിഗോ മൃഗശാലയിൽ വെച്ച് സഹസ്ഥാപകൻ ജാവേദ് കരീമിനെ കാണിക്കുന്നു. അത് ഇപ്പോഴും സൈറ്റിൽ കാണാൻ കഴിയും. മെയ് മാസത്തിൽ കമ്പനി ഒരു പബ്ലിക് ബീറ്റ ആരംഭിച്ചു. നവംബറോടെ റൊണാൾഡീനോ അവതരിപ്പിക്കുന്ന ഒരു നൈക്ക് പരസ്യം മൊത്തം ഏകദേശം 1 ദശലക്ഷം വ്യൂകളിൽ എത്തുന്ന ആദ്യ വീഡിയോയായി മാറി. സൈറ്റ് ഔദ്യോഗികമായ 2005 ഡിസംബർ 15 ആരംഭിച്ചു. അപ്പോഴേക്കും സൈറ്റിന് ഒരു ദിവസം 8 ദശലക്ഷം വ്യൂകൾ ലഭിച്ചു. അക്കാലത്തെ ക്ലിപ്പുകൾ 100 മെഗാബൈറ്റായി പരിമിതപ്പെടുത്തിയിരുന്നു, അതായത് 30 സെക്കൻഡ് ഷൂട്ടേജ്. ഇന്റർനെറ്റിലെ ആദ്യത്തെ വീഡിയോ പങ്കിടൽ സൈറ്റ് യൂട്യൂബ് ആയിരുന്നില്ല. 2004 നവംബറിൽ വിമിയോ ആരംഭിച്ചതുപോലെ ആ സൈറ്റ് അക്കാലത്ത് കോളേജ് ഹ്യൂമറിൽ നിന്നുള്ള ഡെവലപ്പർമാരുടെ ഒരു സൈഡ് പ്രൊജക്റ്റായി തുടർന്നെങ്കിലും അത് യൂട്യൂബ് പോലെ വളരെയധികം വളർന്നില്ല. യൂട്യൂബ് ആരംഭിച്ച ആഴ്ച NBC യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാർഡേ നൈറ്റ് ലൈവ് ദ ലോൺലി ഐലൻഡിൻ്റെ ലേസി സൺഡേ സ്കിറ്റ് നടത്തി. സാറ്റർഡേ നൈറ്റ് ലൈവിനായി റേറ്റിംഗുകളും ദീർഘകാല കാഴ്ചക്കാരും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതിനൊപ്പം ആദ്യകാല വൈറൽ വീഡിയോ എന്ന നിലയിൽ ലേസി സൺഡേയുടെ സ്റ്റാറ്റസ് യൂട്യൂബിനെ ഒരു പ്രധാന വെബ്സൈറ്റായി മാറാൻ സഹായിച്ചു. പകർപ്പവകാശത്തെ ചൊല്ലിയുള്ള ആശങ്കകളെ അടിസ്ഥാനമാക്കി 2 മാസത്തിന് ശേഷം നീക്കം ചെയ്യാൻ NBC യൂണിവേഴ്സൽ അഭ്യർത്ഥിച്ചപ്പോൾ നീക്കം ചെയ്യുന്നതിന് മുമ്പ് സ്കിറ്റിന് അപ്ലോഡുകൾക്ക് 5 ദശലക്ഷത്തിലധികം വ്യൂസ് നേടി. ക്രമേണ നീക്കം ചെയ്യപ്പെട്ടുവെങ്കിലും സ്കിറ്റിൻ്റെ ഈ തനിപ്പകർപ്പ് അപ്ലോഡുകൾ യൂട്യൂബിൻ്റെ പ്രചാരം ജനപ്രിയമാക്കാൻ സഹായിക്കുകയും അതിൻ്റെ 3ാം കക്ഷി ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. സൈറ്റ് അതിവേഗം വളർന്നു. 2006 ജൂലൈയിൽ കമ്പനി 65,000-ത്തിലധികം പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നും സൈറ്റിന് പ്രതിദിനം 100 ദശലക്ഷം വീഡിയോ കാഴ്ചകൾ ലഭിക്കുന്നുണ്ടെന്നും കമ്പനി പ്രഖ്യാപിച്ചു. www.youtube.com എന്ന പേര് തിരഞ്ഞെടുത്തത് സമാനമായ മറ്റൊരു വെബ്സൈറ്റായ www.youtube.com പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി. ആ സൈറ്റിൻ്റെ ഉടമയായ യൂണിവേഴ്സൽ ട്യൂബ് ആൻഡ് റോൾ ഫോം എക്യുപ്മെൻറ്റ് യൂട്യൂബിനെ തിരയുന്ന ആളുകൾ പതിവായി ഓവർലോഡ് ചെയ്തതിന് ശേഷം 2006 നവംബറിൽ യൂട്യൂബിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. യൂണിവേഴ്സൽ ട്യൂബ് അതിൻ്റെ വെബ്സൈറ്റ് www.youtubeonline.com എന്നാക്കി മാറ്റി. അങ്ങനെ ഗൂഗിൾ സ്റ്റോക്ക് വഴി $1.65 ബില്യൺ യൂട്യൂബ് സ്വന്തമാക്കിയതായി 2006 ഒക്ടോബർ 9 ഗൂഗിൾ പ്രഖ്യാപിച്ചു. 2006 നവംബർ 13 കരാർ അന്തിമമാക്കിയത്. ഗൂഗിളിന്റെ ഏറ്റെടുക്കൽ വീഡിയോ പങ്കിടൽ സൈറ്റുകൾ പുതിയ താല്പര്യം ആരംഭിച്ചു. ഇപ്പോൾ വിമിയോട് ഉടമസ്ഥതയുള്ള IAC യൂട്യൂബിൽ നിന്ന് സ്വയം വേർതിരിച്ചറിയാൻ ഉള്ളടക്കം സൃഷ്ടിക്കുന്നവരെ പിന്തുണയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കമ്പനി അതിവേഗ വളർച്ച കൈവരിച്ചു. 2007 2000 യൂട്യൂബ് മുഴുവൻ ഇന്റർനെറ്റിനേക്കാളും ബ്രാൻഡ് വിഡ്ത്ത് ഉപയോഗിച്ചുവെന്ന് ഡെയിലി ടെലിഗ്രാഫ് എഴുതി. 2010 ആയപ്പോഴേക്കും കോംസ്കോർ അനുസരിച്ച് കമ്പനി 43% വിപണി വിഹിതവും 14 ബില്യണിലധികം വീഡിയോ കാഴ്ചക്കാരും ഉണ്ടായി.
ഇൻ്റർഫേസ് ലളിതമാക്കാനും ഉപയോക്താക്കൾക്ക് സൈറ്റിൽ ചെലവഴിക്കുന്ന സമയം വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് ആ വർഷം കമ്പനി അതിൻ്റെ ഇൻ്റർഫേസ് പുനർരൂപകൽപ്പന ചെയ്തു. 2011 കണക്കനുസരിച്ച് ഓരോ മിനിറ്റിലും 48 മണിക്കൂർ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ ഓരോ ദിവസവും 3 ബില്യണിലധികം വീഡിയോകൾ കാണുന്നു. എന്നിരുന്നാലും ഈ കാഴ്ചകളിൽ കുറേയേറെ താരതമ്യേന ചെറിയ എണ്ണം വീഡിയോകളിൽ നിന്നാണ്. അക്കാലത്തെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പറഞ്ഞതനുസരിച്ച് 30% മാത്രം വരുന്ന വീഡിയോകളാണ് സൈറ്റിലെ വിസിറ്റേഴ്സിനായിട്ടുള്ള 99% ആളുകൾ കാണുന്നത്. ആ വർഷം കമ്പനി വീണ്ടും ഇൻ്റർഫേസ് മാറ്റി. അതേസമയം ഇരുണ്ട ചുവപ്പ് നിറത്തിലുള്ള ഒരു പുതിയ ലോഗോ അവതരിപ്പിച്ചു. ഡെസ്ക്ടോപ്പ്, TV, മൊബൈൽ എന്നിവയുടെ നീളമുള്ള അനുഭവം ഏകീകരിക്കാൻ രൂപകൽപ്പന ചെയ്ത മറ്റൊരു ഇൻ്റർഫേസ് മാറ്റം 2013 ആരംഭിച്ചു. അപ്പോഴേക്കും ഓരോ മിനിറ്റിലും 100 മണിക്കൂറിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്ന 2014 നമ്പറോടെ ഇത് 300 മണിക്കൂറായി ഉയർന്നു. ഈ സമയത്ത് കമ്പനി ചില സംഘടനാ മാറ്റങ്ങളിലൂടെ കടന്നുപോയി. 2006 ഒക്ടോബറിൽ കാലിഫോർണിയയിലെ സാൻ ബ്രൂണോയിൽ ഒരു പുതിയ ഓഫീസിലേക്ക് യൂട്യൂബ് മാറി. ഉപദേശക ചുമതല വഹിക്കുന്നതായി യൂട്യൂബിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്ത് നിന്നും വിരമിക്കുന്നുവെന്നും 2010 ഒക്ടോബറിൽ സെലാർ കമാങ്കർ കമ്പനി മേധാവിയായി ചുമതലയേക്കുമെന്നും ഹാർലി പ്രഖ്യാപിച്ചു. സൂസൻ വോൾസിക്കിയെ 2014 ഫെബ്രുവരിയിൽ യൂട്യൂബിന്റെ CEO ആയി നിയമിച്ചു. 21 ജനുവരിയിൽ ഒരു ഓഫീസ് പാർക്ക് വാങ്ങിയാണ് 2016 ജനുവരിയിൽ യൂട്യൂബ് സാൻ ബ്രൂണോയിലെ ആസ്ഥാനം വിപുലീകരിച്ചത്. 51,468 ചതുരശ്ര മീറ്റർ സ്ഥലമുള്ള ഈ സമുച്ചയത്തിൽ 2,800 ജീവനക്കാരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും. മെറ്റീരിയൽ ഡിസൈൻ ഭാഷയെ അടിസ്ഥാനമാക്കി യൂട്യൂബ് അതിൻ്റെ ഉപയോക്തൃ ഇൻ്റർഫേസുകളുടെ പോളിമർ പുനർരൂപകൽപ്പന ഔദ്യോഗികമായി ആരംഭിച്ചു. ഒപ്പം സേവനത്തിൻ്റെ പ്ലേ ബട്ടൺ ചിഹ്നത്തിന് ചുറ്റും 2017 ഓഗസ്റ്റിൽ പുനർരൂപകൽപ്പന ചെയ്ത ലോഗോയും ഈ കാലയളവിൽ പരസ്യങ്ങൾക്കപ്പുറം വരുമാനം ഉണ്ടാക്കാൻ യൂട്യൂബ് നിരവധി പുതിയ മാർഗങ്ങൾ പരീക്ഷിച്ചു. പ്ലാറ്റ്ഫോമിൽ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കിയുള്ള ചാനലുകൾ വാഗ്ദാനം ചെയ്യുന്നതിനായി ഉള്ളടക്കദാതാക്കൾക്കായി 2013 യൂട്യൂബ് ഒരു പൈലറ്റ് പ്രോഗ്രാം ആരംഭിച്ചു. ഈ ശ്രമം 2018 ജനുവരിയിൽ നിർത്തലാക്കുകയും ജൂൺ മാസത്തിൽ റിക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഇതുവരെ $4.99 ചാനൽ സബ്സ്ക്രിപ്ഷനുകൾ ലഭിച്ചു. ഈ ചാനൽ സബ്സ്ക്രിപ്ഷനുകൾ നിലവിലുള്ള സൂപ്പർ ചാറ്റ് എബിലിറ്റി 2017 ആരംഭിച്ചു. ഇത് കാഴ്ചക്കാർക്ക് അവരുടെ അഭിപ്രായം ഹൈലൈറ്റ് ചെയ്യുന്നതിന് $1 മുതൽ $500 വരെ സംഭാവന നൽകാൻ അനുവദിക്കുന്നു. 2014 യൂട്യൂബ് മ്യൂസിക് കീ എന്നറിയപ്പെടുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ സേവനം പ്രഖ്യാപിച്ചു. അത് നിലവിലുള്ള ഗൂഗിൾ പേ മ്യൂസിക് സേവനത്തിനൊപ്പം തന്നെ യൂട്യൂബിൽ പരസ്യരഹിത സംഗീത ഉള്ളടക്കത്തിൻ്റെ സംയോജനം കൂടിയാണ്. പ്ലാറ്റ്ഫോമിലെ എല്ലാ ഉള്ളടക്കത്തിലേക്കും പരസ്യരഹിതമായുള്ള ആക്സസ് വാഗ്ദാനം ചെയ്യുന്ന പുതിയ പ്രീമിയം സേവനമായ യൂട്യൂബ് റെഡ് പ്രഖ്യാപിച്ചു. യൂട്യൂബ് റെഡ് പ്രഖ്യാപിച്ച് 2015 ഈ സേവനം വികസിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രീമിയം ഒറിജിനൽ സീരീസ് നിർമ്മിച്ച സിനിമകൾ, യൂട്യൂബ് പേഴ്സണാലിറ്റികളും മൊബൈൽ ഉപകരണങ്ങളുടെ ഉൾക്കടത്തിൻ്റെ പശ്ചാത്തല പ്ലേബാക്കും ഇതിൽ ഉൾപ്പെടുന്നു. യൂട്യൂബ് എന്ന വെബ്സൈറ്റ് ഇന്ന് ഒരുപാട് പേർക്ക് വരുമാന മാർഗവും അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള കാര്യങ്ങൾ, നടക്കുന്ന സംഭവങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കാനും ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുന്നു. വളരെ ഏറെ ഒഴിച്ചുകൂട്ടാനാവാത്ത ഒരു സോഷ്യൽ വെബ്സൈറ്റായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ട് യൂട്യൂബ് മാറിയിരിക്കുന്നു. സോ ഇതാണ് യൂട്യൂബിൻ്റെ ചെറിയൊരു ചരിത്രം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള ന്യൂ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. താങ്ക് യു.